ദുബായ് എയർ ഷോയിനിടെ നമ്മുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ദുരൂഹതകളാണ് ഇപ്പോൾ പലരും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായിട്ട് ഒരു പൈലറ്റ്, ഈ US F-16 പൈലറ്റാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി ഇത്. അതായത് ഈ ദുരന്തത്തിന് ശേഷവും ഈ ദുബായ് എയർ ഷോ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ എയർ ഷോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് തയ്യാറായത്. ഇത് വല്ലാത്ത രീതിയിൽ സങ്കടകരമാകുന്ന ഒരു സാഹചര്യമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം വിശദമാക്കിയത്? അതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഇന്ത്യൻ പൈലറ്റായ നമേഷ് സിയാലിന്റെ മരണത്തിനിടയാക്കിയ തേജസ് വിമാനത്തിന്റെ തകർച്ച കണ്ട ദുബായ് എയർ ഷോ 2025 ഈ ദുരന്തത്തിന് ശേഷവും വീണ്ടും അത് തുടർന്നു എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദർശനത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു അമേരിക്കയുടെ വ്യോമസേനയുടെ തണ്ടർ ബോൾട്ട് സംഘം. അതിലെ F-16 പൈലറ്റും ഈ ടീമിന്റെ ക്യാപ്റ്റനുമായിട്ടുള്ള ടൈലർ ഹേസർ, അദ്ദേഹമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ ദുഃഖം പങ്കുവെക്കുകയും, പക്ഷെ ആ പോസ്റ്റിൽ നമുക്ക് മനസ്സിലാകാത്ത ചില ദുരൂഹതകൾ അവശേഷിക്കുന്നു. എന്താണത് എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. അതായത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഇറ്റ് വാസ് അൺകംഫർട്ടബിൾ ഫോർ മീ ഫോർ എ ലോട്ട് ഓഫ് റീസൺസ്, സം ഓഫ് ദം സെൽഫിഷ്. അതായത് ആ മൊത്തം സംഭവം വളരെ ഒരു അസ്വസ്ഥത ഉളവാക്കുന്നതായിരുന്നു പല കാരണങ്ങളാലും. ചിലത് വളരെ സ്വാർത്ഥപരമായ കാരണങ്ങൾ. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാലാണ് ഈ സംഭവം അസ്വസ്ഥത ഉണ്ടാക്കിയത്? അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കൻ ടീം ഇതിൽ നിന്ന് പിൻവാങ്ങിയത്? അതായത് മറ്റൊരു ടീമും പിൻവാങ്ങിയില്ല. ആലോചിക്കണം, മറ്റൊരു ടീമും പിൻവാങ്ങിയില്ല. അത് പ്രദർശനം തുടരുകയും ചെയ്തു. ഇപ്പൊ റഷ്യ വളരെ നമുക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യൻ പൈലറ്റിനെ സ്മരണയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് അവരുടെ പ്രകടനം നടത്തിയത്. പക്ഷേ അമേരിക്ക പൂർണ്ണമായിട്ട് ഇതിൽ നിന്നും പിൻവാങ്ങി. അമേരിക്ക ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യും, അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യ പ്രകടനം ഇന്ത്യയോട് നടത്തും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ എയർ ഷോ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും കുറെ വിമാനങ്ങൾ വന്നിട്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക എന്നുള്ളതല്ല. അത് വലിയൊരു കച്ചവടമാണ്, ഒരു മേള പോലെ. നമ്മൾ ഈ പല സ്ഥലങ്ങളിലും മേളകളൊക്കെ ഉണ്ടല്ലോ, പല പ്രോഡക്റ്റുമായിട്ടും വന്നിട്ട്, അതുപോലാണിത്. ആ മേളയിൽ പ്രദർശിപ്പിക്കുന്ന വിമാനങ്ങളുടെ പ്രകടനം വാങ്ങാൻ വരുന്ന ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ നമ്മൾ വിമാനം മാത്രമല്ല അവിടെ പ്രദർശിപ്പിച്ചത്. ഇപ്പൊ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ്. അതുപോലെ നമ്മുടെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, ഇതിനൊക്കെ അവിടുന്ന് ഒരുപാട് ഓർഡർ കിട്ടി. ഇപ്പം തേജസ്സിന് മാത്രമല്ല, തേജസ്സിനോടൊപ്പം തന്നെ ആ പവലിയനിൽ നമ്മുടെ മിസൈലുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്കും ഇതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ F-16 ടീം പിൻവാങ്ങുമ്പോൾ അതെന്തോ ഒരു അപകട സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്ന് കണ്ടുകൊണ്ടല്ലേ അവർ പിൻവാങ്ങിയത്? ഞാനൊരു സംശയം ചോദിക്കുക. ഇപ്പൊ ചിലര് ചിന്തിക്കുന്നുണ്ടാകാം, ഇയാള് ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടല്ല. കാരണം ബിസിനസ്സിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അങ്ങനെയുള്ള അമേരിക്ക അവരുടെ ഈ F-16 എന്ന് പറയുന്ന വിമാനം ആധുനിക കാലത്തെ, പഴയ കാലത്തെ MiG-21 എന്ന വിമാനം ലോകത്തിൽ ഏതാണ്ട് 60-70 രാജ്യങ്ങൾ ആ വിമാനം ഓപ്പറേറ്റ് ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. അതുപോലെ ആധുനിക കാലത്തെ ഏറ്റവും അധികം രാജ്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിമാനമാണ് F-16. ആ F-16ന്റെ എനിക്ക് തോന്നുന്ന ബ്ലോക്ക് 3 എന്നുള്ള ഏറ്റവും ആധുനിക ഡെറിവേറ്റീവ് ആണ് ഈ ഷോയിൽ പങ്കെടുത്തത്. അപ്പോൾ ആ F-16 വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു കാര്യക്ഷമതയും അതിൻ്റെ ഒരു മൾട്ടി റോൾ ഫൈറ്ററാണ്, അതും ആ കഴിവുകളും ഒക്കെ പ്രദർശിപ്പിക്കാൻ ഉള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതിൽ നിന്നും അത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ അവരുടെ ബിസിനസ് അത്രയും പോവുകയാണ്. ആ ഷോയില് പരിപൂർണമായിട്ട് അവരങ്ങ് പിൻവാങ്ങി പോകുമ്പോൾ അവർക്ക് പല ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു അവസരം അവർ വേണ്ടെന്ന് വെക്കുക. അത്
എന്തുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവരുടെ അസംതൃപ്തി അവർ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്ന ഒരു സത്യം എന്ന് വെച്ചാൽ ഗൾഫിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്ക, ദുബായ് പ്രത്യേകിച്ചും UAE ഒക്കെ, അപ്പോൾ അമേരിക്കയുടെ അസ്വാരസ്യം, അമേരിക്കയുടെ അസ്വസ്ഥത ഇതൊരു പൈലറ്റ് ചുമ്മാ അങ്ങ് പ്രകടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം വ്യോമസേനയിലെ ക്യാപ്റ്റനുമാണ്. അത് ചെറിയ പോസ്റ്റ് അല്ല, അവിടെ നമ്മുടെ നാട്ടിലെ ക്യാപ്റ്റൻ അല്ല അത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഒരു വ്യോമസേനയുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പിന്നെ നിരന്തരം ഇത്തരം അഭ്യാസ വിമാനത്തിൻ്റെ എന്താണ് എയറോബാറ്റിക്സ് എന്ന് പറയും, ആ എയറോബാറ്റിക് ഷോകളിൽ പങ്കെടുക്കുന്ന ഒരു അതിവിദഗ്ധന്മാരായ പൈലറ്റുമാരാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൈലറ്റായ അദ്ദേഹം ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം പരസ്യമായിട്ട് പറയുമ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ട്. ആ രാഷ്ട്രത്തിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള തീരുമാനം എന്താണ്, അത് എന്തുകൊണ്ടാണ് രാജ്യം അങ്ങനൊരു നിലപാടെടുത്തത്? അപ്പോൾ അവിടെ എന്തോ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പിന്നെ വളരെ ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഇവരുടെ ഈ പ്രവൃത്തി ഉയർത്തുന്നത്. ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയും അത് പിന്നെ വ്യോമസേനയുടെ വിദഗ്ധർ അത് അന്വേഷിച്ചിട്ട് അവർ വേണ്ട നിങ്ങളിതൊന്നും ചർച്ച ചെയ്യേണ്ടെന്ന് പറയുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ ഏത് വിമാനാപകടത്തെക്കുറിച്ചാണ് കൃത്യമായ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് പറയാമോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തേജസ് വിമാനം ജയ്സാൽമീറിലെ, അതായത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ കഴിഞ്ഞ കൊല്ലം തകർന്നു വീണിട്ട് ഇതുവരെ അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അഹമ്മദാബാദിൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ബോയിങ് 787 തകർന്നു വീണു, കൃത്യമായ ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒരു മാസത്തോളം മുമ്പ് അമേരിക്കയുടെ F-18 ഹോർനെറ്റ് യുദ്ധവിമാനം നിമിറ്റ്സ് വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന ശേഷം ദക്ഷിണ ചൈന കടലിൽ തകർന്നു. എന്താണ് എൻക്വയറിയിലുള്ള ബേസിക് പ്രാഥമിക ഫൈൻഡിങ്സ്? ആർക്കും പറഞ്ഞത്? അതായത് വിമാന അപകടങ്ങളിൽ ഒരിക്കലും സത്യം പുറത്തു വരാറില്ല. ഒരുപക്ഷെ അന്വേഷണ ടീം സത്യം കണ്ടെത്തുമായിരിക്കാം, അവരതനുസരിച്ചുള്ള പിന്നെ റെക്കമെൻഡേഷൻസ് ഒക്കെ നടത്തുകയായിരിക്കും. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന, ഞാൻ വ്യോമയാന മേഖല പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ്. അപ്പം യുദ്ധവിമാനങ്ങളുടെ അത്രയധികം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യാത്രാ വിമാനങ്ങൾ ഒരിക്കൽ ഗൾഫിലെ ഒരു രാജ്യത്ത്, ഞാൻ തൽക്കാലം പേരെടുത്ത് പറയുന്നില്ല കാരണം ഞാനും അവിടെ ഉണ്ടായിരുന്നതാണ്, ആ ഒരു വിമാനം, ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ പൈലറ്റിന് പിഴവായിരുന്നു, പക്ഷെ അത് ഒരിക്കലും വെളിയിൽ വന്നില്ല. കാരണം ഞാനിത് മനസ്സിലാക്കുന്നത്, ഇതൊരു സ്വകാര്യ PR ഏജൻസിയെ കൊണ്ട് അവർ തെറ്റായ പത്രക്കുറിപ്പുകൾ ആ രാജ്യം പുറത്തിറക്കുമായിരുന്നു. പക്ഷെ അവസാനം ആ PR ഏജൻസിയിലെ ഒരു വ്യക്തി തന്നെ എന്നോട് പറഞ്ഞു, അതൊന്നും അല്ല അതിൻ്റെ യാഥാർത്ഥ്യം, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഇതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഈ വിമാനാപകടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് ഈ അന്താരാഷ്ട്ര തലത്തിൽ ചില മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ പറയുന്നത് ഇതിൽ വ്യക്തിയെ ശിക്ഷിക്കാനോ അതല്ലെങ്കിൽ ആ കമ്പനിക്ക് കുഴപ്പമുണ്ടാക്കാനോ ഒന്നും ആയിരിക്കരുത് ഈ അന്വേഷണം ഏത് പിഴവാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ പിഴവ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം. ഇവിടെ പലപ്പോഴും വ്യക്തികൾ രക്ഷപ്പെടും, അതിൻ്റെ പേരിൽ പലപ്പോഴും ആരെയും ക്രൂശിക്കാറില്ല. അവരുടെ തന്നെ തെറ്റാണെങ്കിൽ പോലും അവർ രക്ഷപ്പെട്ടു പോകാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകളുള്ള ഒരു മേഖലയാണ് വ്യോമയാന മേഖല. ആ വ്യോമയാന മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മിനിമം ഒരു രീതിയിലെങ്കിലും സമൂഹം ചർച്ച ചെയ്യണം, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങളൊക്കെ ആകുമ്പോൾ. കാരണം അത് നിർമ്മിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, നിർമ്മിക്കുന്നത് ടാക്സ് അടയ്ക്കുന്ന, ഈ നാട്ടിലെ ടാക്സ് അടയ്ക്കുന്നവരെന്ന് വെച്ചാൽ നിങ്ങൾ കടയിൽ നിന്ന് 1 കിലോ സാധനം വാങ്ങിക്കുന്നവനും ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ഓരോ പൗരനും കൊടുക്കുന്ന ടാക്സ്, അതിൽ നിന്നുമുള്ള വിഹിതം വെച്ചാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കുമാണ്. നമ്മൾ കൺക്ലൂസീവായിട്ടൊരു റീസൺ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടെ എന്തോ സുരക്ഷാ വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ന്യായമായിട്ട് സംശയിക്കാനുള്ള ഒരു സൂചനയാണ് ഈ അമേരിക്കയുടെ F-16 പൈലറ്റ് സമൂഹ മാധ്യമത്തിൽ നടത്തിയ, അതായത് ടെയ്ലർ ഹൈസർ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഈ വിമാന അഭ്യാസ പ്രകടനങ്ങൾ, ഞാൻ പറഞ്ഞു ഇതൊരു കച്ചവടമാണ്.
ഈ ഓരോ വിമാനത്തിനും സ്പോൺസർമാർ വരെയുണ്ട്, ഓരോ കമ്പനികൾ വരെയുണ്ട്. അവരും ആ പവലിയനൊക്കെ പലരും സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു വിമാനം അഭ്യാസ പ്രകടനത്തിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ പലരെയും ബാധിക്കുന്ന കോടികളുടെ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ അത്ര റിസ്ക് എടുത്തുകൊണ്ടാണ് അമേരിക്കൻ ടീം ഇതിൽ നിന്നും പിൻവാങ്ങുന്നത്. അപ്പോൾ അതിനകത്തിൽ തീർച്ചയായിട്ടും അവർ പറന്നുയർന്നാലും അവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അവിടെ വീണ്ടും എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കൃത്യമായ സൂചനകൾ അവർക്ക് കിട്ടാതെ അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിട്ട് അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്ത ചരിത്രമുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വ്യോമ ഇതുപോലെ അഭ്യാസ പ്രകടനത്തിന് ശേഷം അത് ഒരു അപകടമുണ്ടായാൽ ആ എയർ ഷോ കംപ്ലീറ്റ്ലി നിർത്തിവെക്കുന്നത് വളരെ കുറച്ച് അവസരങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഒരിക്കൽ ഉണ്ടായത് 2002 യുക്രൈനിൽ ഒരു അപകടം ഉണ്ടായി. ആ യുക്രൈനിലുണ്ടായ അപകടം എന്ന് പറഞ്ഞാൽ ചെറിയ അപകടമല്ലായിരുന്നു. ആ വിമാനം പൊട്ടിത്തെറിച്ചിട്ട് ആ കാണികളുടെ ഇടയിലേക്ക് വീണ് ഏതാണ്ട് 70 ആൾക്കാർ കൊല്ലപ്പെട്ടു. 500ഓളം ആൾക്കാർക്ക് പരിക്കേറ്റു. അതിൽ പലരും ഗുരുതരമായിട്ട് പരിക്കേറ്റതാണ്. അതിനുശേഷം അവിടെ തൽക്കാലം ഈ എയർ ഷോകൾ വേണ്ട എന്ന് യുക്രൈൻ തീരുമാനിക്കുകയായിരുന്നു. അന്ന് ഈ എയർ ഷോ നിർത്തിവെച്ചു, പിന്നെ തുടർന്നില്ല. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇതൊന്നും നിർത്തിവെച്ചിട്ടില്ല. അപ്പൊ നിർത്തിവെക്കണം എന്ന് പറയുന്നത് മുൻകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ അതൊരു അതൊരു സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ല. അതായത് ഒരു അപകടമുണ്ടായാൽ ആ ഷോ നിർത്തിവെക്കും, പിന്നെ ഷോ വേണ്ട എന്നുള്ള ഒരു തീരുമാനം മുമ്പെങ്ങും എടുക്കാറില്ല. വളരെ വളരെ അപൂർവമായ ഒരു സാഹചര്യമാണ് ഞാൻ യുക്രൈനിൽ സംഭവിച്ചത്. ബാക്കി എങ്ങും തന്നെ സാധാരണ പൈലറ്റ് കൊല്ലപ്പെടുമെങ്കിലും കാണികൾക്കൊന്നും ഉണ്ടാകുന്ന ഒരു പാരമ്പര്യ ചരിത്രമില്ല. ദക്ഷിണാഫ്രിക്കയിലാണെന്ന് തോന്നുന്നു ഒരിക്കൽ നാറ്റോയുടെ 3 വിമാനങ്ങൾ കൂട്ടിയിടിച്ചിട്ട് വ്യോമാഭ്യാസ പ്രകടനത്തിൽ അവ തകർന്നുപോയി, പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. അതുപോലെ നമ്മൾ ഡൽഹിയില്, അത് ഞാൻ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 2002 എന്തോ ആണ്. അന്ന് നമ്മുടെ ഒരു റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഒരു വിമാനം തകർന്നു വീഴുകയും അന്ന് ബക്ഷി എന്ന പേരായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ അവിടെ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എവിടെയും ഇതൊന്നും വെച്ച് ഒരു ഷോ മുഴുവൻ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദുബൈയിലും അത് തന്നെ അവർ സംഭവിച്ചുള്ളൂ. പക്ഷെ അമേരിക്ക അതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വളരെ നിർണായകമായ ഒരു നിലപാടെടുക്കുകയും ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഇവിടെ ഉണ്ടായ എന്തൊക്കെയോ സുരക്ഷാ വീഴ്ചകളുണ്ടോ, ഇവിടെ എന്തെങ്കിലും അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ടോ, അതിലേക്ക് നമ്മുടെ ചോദ്യം വീണ്ടും ഉയർന്നു വരിക. കാരണം അതല്ലെങ്കിൽ ഞാൻ സ്പോൺസർമാർക്ക് നഷ്ടം വരുത്തിക്കൊണ്ട്, രാജ്യത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട്, പരസ്യമായിട്ട് നിലപാട് പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്ക പോലൊരു രാജ്യം ഒരു പൈലറ്റൊന്നും ചുമ്മാതെ അങ്ങ് എഴുതത്തില്ല. പൈലറ്റുമാരൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം വെറുതെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടാൻ പറ്റുന്ന ഒരു ജോലിയല്ല. ഇതൊക്കെ കാണിക്കുന്നത് എന്തൊക്കെയോ ദുരൂഹതകൾ, അറിയപ്പെടാത്ത ദുരൂഹതകൾ, ഒരുപക്ഷെ ഒരു കാലത്തും അത് പുറത്തു വരില്ലായിരിക്കും. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് വിമാനത്തിന്റെ തകരാറാണെങ്കിൽ കൃത്യമായിട്ട് അത് HAL പോലുള്ള കമ്പനികളെ അറിയിക്കുകയും, അതല്ല പൈലറ്റ് എറർ ആയിരുന്നെങ്കിൽ അതും ഭാരതം മനസ്സിലാക്കുകയും കൃത്യമായ നടപടികൾ എടുക്കുകയും, ഇനി അതൊന്നുമല്ല അട്ടിമറിയോ ജാമിങ്ങോ എന്തെങ്കിലും ആണെങ്കിൽ അത്തരം ഭാവിയിലെ ഓരോ എയർ ഷോകളിലും ആൻറ്റി ജാമിങ്, ആൻറ്റി സ്പൂഫിങ് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്ന് പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്താൻ സുതാര്യമായ നടപടിക്രമങ്ങൾ ഭാവിയിൽ എയർ ഷോകളിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഭാവിയിൽ വരാനിരിക്കുന്ന എയർ ഷോകളിലൊക്കെ തന്നെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചില ഉറപ്പുകൾ, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വിമാനം തകർന്നു വീഴാം. പക്ഷേ അവിടെ ഒരു സ്പൂഫിങ് നടക്കാനോ ഒരു ജാമിങ് അറ്റംപ്റ്റ് നടത്താനോ ഒന്നും സാധിക്കാത്ത വണ്ണം
പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും വിശ്വാസം ആർജിക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ, അവർക്കൂടെ അത് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ട് ഇത്തരം എയർ ഷോകൾ നടന്നാൽ മതി എന്നൊരു അഭിപ്രായം എനിക്ക് തോന്നുന്നുണ്ട്. വ്യോമയാന രംഗത്തെ വിദഗ്ധരും സർക്കാരുകളുമൊക്കെ വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം.